നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രോഹിണി നക്ഷത്ര ജാതർക്ക് ഏകദേശം 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെ അവരുടെ അനുഭവത്തിൽ വരാനിടയുള്ള ശനിദശാകാലത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ശനിദശാകാലം രോഹിണിക്കാർക്കെന്ന് പറയുന്നത് ഏകദേശ കണക്കാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രോഹിണിക്കാർ ചന്ദ്രദശയിലാണ് ജനിക്കുന്നത്. ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് 10 വർഷമാണ്. ജനനസമയം വെച്ചുകൊണ്ട് 10 വർഷമോ 10 മാസമോ 5 വർഷമോ ഒക്കെ ആയിട്ട് ആദ്യത്തെ ദശാകാലത്തിൽ മാറ്റം വരാം. അപ്പം ഇവിടെ നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ നമ്മൾ ചന്ദ്രദശാകാലം 5 വർഷമെന്ന് ഒരു കണക്കിൽ നിജപ്പെടുത്തുകയാണ്. അങ്ങനെ എടുത്താൽ ജനനം മുതൽ 5 വയസ്സ് വരെ രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രദശയും, 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ചൊവ്വാദശയും, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ രാഹുർദശയും, 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വ്യാഴദശയുമാകുന്നു. അതിനുശേഷം 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ശനിദശാകാലം. ഈ ശനിദശാകാലം എങ്ങനെയായിരിക്കും? വളരെ ഗുണപ്രദമാണോ ദോഷകരമാണോ എന്ന് ചോദിച്ചാൽ, ഏതൊരു രോഹിണി നക്ഷത്രജാതിൻ്റെയും ജാതക ഗ്രഹനില അനുസരിച്ച് അതിൽ ശനീശ്വരൻ ശുഭനായിട്ട് നിൽക്കുന്നുവോ അശുഭനായിട്ട് നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് കൃത്യമായ ഫലം പറയേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ നോക്കുന്നത് ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്നും ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നും രണ്ടും വേർതിരിച്ച് പറയുമ്പോൾ കാര്യം മനസ്സിലാവും. ശനിദശാകാലത്ത് ശനീശ്വരൻ ഗുണവാനാണെങ്കിൽ, ഗുണഫലദാതാവാണെങ്കിൽ അധികാരപ്രാപ്തി ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ഥാനമാനങ്ങൾ കിട്ടാനിടയുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയിക്കുക, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് വിജയിക്കുക, നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയിക്കുക, മറ്റെന്തെങ്കിലും കോർപ്പറേഷൻ ബോർഡ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള തിരഞ്ഞെടുപ്പിലേക്ക് വിജയിക്കാൻ നിയോഗിക്കപ്പെടുക തുടങ്ങിയിട്ടുള്ള അധികാര ലബ്ധി പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശയാത്ര സഫലീകൃതമാകും, അതുകൊണ്ട് ഗുണമുണ്ടാകും. കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളൽ മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂലത്തിൽ വരും. കേസ് വഴക്കുകളും വ്യവഹാരങ്ങളുമൊക്കെ ഒത്തുതീർപ്പിലേക്ക് നീങ്ങും. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളെ സംബന്ധിച്ചും ബന്ധുജനങ്ങളെ സംബന്ധിച്ചും അടുത്ത് ഇടപഴകാനുള്ള, വിരോധം മറന്ന് വളരെയേറെ അടുത്തിടപഴകാനുള്ള ഒരു ഭാഗ്യം കിട്ടും. ജാതകരേക്കാൾ പ്രായമുള്ള വ്യക്തികളിൽ നിന്നും ചില നേട്ടങ്ങൾ ഉണ്ടാവാം. വൃദ്ധ സ്ത്രീകളായിട്ടുള്ളവർ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ളവരിൽ നിന്നും വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. മരുഭൂമിയിലെ വാസം കൊണ്ട് ഗുണങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഈ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച്, കച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത തരത്തിൽ, അവർ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ധനലാഭങ്ങൾ വന്നു ചേരും. എന്തിനേറെ ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കോടീശ്വരി യോഗമൊക്കെ ഉണ്ടെങ്കിൽ ഭാഗ്യാനുഭവങ്ങളിലൂടെ പോലും വൻ സംഖ്യകൾ, വൻ തുകകൾ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയ വിഷയങ്ങളിൽ വിജയമുണ്ടാകും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. വിദ്യാഭ്യാസ കാര്യത്തിൽ ഉപരിപഠനാർത്ഥം ഏകദേശം പാശ്ചാത്യ ഭാഷ സംസാരിക്കുന്ന ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള യാത്ര കൊണ്ട് ഗുണമുണ്ടാകും. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നല്ല വിളവ് പ്രതീക്ഷിക്കാം. കുടുംബ വിഷയങ്ങളിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി പഴയതോ പുതുക്കിപ്പണിതോ ആയിട്ടുള്ള വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും സാധ്യതയുണ്ട്. പഴമയുടെ സ്മാരകമായിട്ട് കരുതപ്പെടുന്ന പല പ്രദേശങ്ങൾ സന്ദർശിക്കേണ്ടി വരും. അവിടെ സമയം ചിലവഴിക്കേണ്ടി വരും. പഴമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും കൈവശം വരും. അത് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളായിരിക്കും. പഴയ കാലത്തെ ഓർമ്മകളെ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവരെ തേടി വരികയും അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ശനിദശ എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് വലിയ ഭയക്കേണ്ടുന്ന കാലഘട്ടമല്ല. രോഗദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകും. കുടുംബസൗഖ്യം, ദാമ്പത്യ സൗഖ്യം, ധനലബ്ധി, പുത്ര സന്താനപ്രാപ്തി, വിദേശ രാജ്യത്ത് പോകാനുള്ള അവസരം തുടങ്ങി നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെ. ഒന്നിലധികം വാഹനങ്ങളുടെ ലഭ്യത, അതുപോലെ തന്നെ വ്യവസായമാണെങ്കിൽ വ്യവസായ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും ശുഭനായിട്ടുള്ള ശനിയുടെ അവസ്ഥയിൽ മുന്നോട്ട് പോവുക. ഇനി
ശനി ജാതകത്തിൽ അശുഭ ഫലദാതാവാണെങ്കിൽ ശനി ദശാകാലം എങ്ങനെയിരിക്കും? കുടുംബകലഹം പ്രതീക്ഷിക്കാം. അത് പ്രത്യേകിച്ച് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയവുമായിട്ട് ബന്ധപ്പെട്ടോ സ്വത്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടോ കുടുംബകലഹം പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ അനുഭവത്തിലുള്ള ജാതകരേക്കാൾ പ്രായക്കൂടുതലുള്ള തന്നിൽ പ്രായക്കൂടുതലുള്ള വൃദ്ധരുമായിട്ട് അവിഹിത ആരോപണം ഉണ്ടാവാം. വാർദ്ധക്യമുള്ള വൃദ്ധ സ്ത്രീ ഗതി എന്നൊക്കെ പറയുക. വൃദ്ധ സ്ത്രീകളോ വൃദ്ധ പുരുഷന്മാരോ ആയിട്ടുള്ളവരുമായിട്ട് അവിഹിത ആരോപണം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ആരോപണമായി തള്ളാൻ പറ്റില്ല. അതിൽ ചെറിയ കാമ്പും കഴമ്പും ഉണ്ടാവും, അത് വേറെ കാര്യം. എങ്കിലും അത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ വരാനുണ്ടായിട്ടുണ്ട്. ദേശം വിട്ടുള്ള യാത്രകൾ ഉണ്ടാകാം. മാറി താമസിക്കുക, അല്ലെങ്കിൽ വേറൊരു ദേശത്ത് പോയി താമസിക്കുക. മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളിലോ പാശ്ചാത്യ രാജ്യങ്ങളിലോ പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചു പോകുന്ന തരത്തിലുള്ളൊരു ബെനഫിറ്റ്, ഗുണഫലം ലഭിക്കാതെ വരിക, ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അലച്ചിൽ വരിക. അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള രേഖകളിലൊക്കെ ഒരു കാലതാമസം ഉണ്ടാവുക, പ്രണയ ചതിയിലകപ്പെടുക, സാമ്പത്തിക ചതിയിലകപ്പെടുക, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദോഷാനുഭവങ്ങൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മരണഭയം, അയ്യോ ഞാൻ മരിച്ചു പോകുമോ, എനിക്ക് ഇന്ന രോഗമാണോ ആ രോഗമാണോ ഈ രോഗമാണോ എന്നൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ള ഭയം വർദ്ധിക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ ഭിന്നതയും കലഹവും ഒരുപക്ഷെ കേസ് വഴക്കിലേക്കും പോവുക. ആവശ്യമില്ലാത്ത വേദികളിൽ ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാതെ വലിഞ്ഞു കയറിച്ചെന്ന് അഭിപ്രായം പറയുക, അതുകൊണ്ടുണ്ടാകുന്ന തിരിച്ചടികൾ നേരിടേണ്ടി വരിക. അവസരത്തിനൊക്കാത്ത അവസരത്തിനൊത്തല്ല അല്ലെങ്കിൽ അവസരത്തിന് ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കുക. ഒരിക്കലും ചെല്ലാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ചെല്ലുക, അവിടെ പ്രാമാണികത്വം ചമയുക. ചുരുക്കം പറഞ്ഞാൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം വെറുക്കപ്പെട്ടവനായി തീരാനുള്ള സാധ്യതയുണ്ട്. ഒരു ദിവസമെങ്കിലും വഴിയമ്പലത്തിലോ മറ്റെവിടെയെങ്കിലും കിടന്ന് അന്തി ഉറങ്ങേണ്ടിയും വരും. വഴിയമ്പലത്തിലോ കാർഡ്ബോർഡ് വിരിച്ചോ ന്യൂസ് പേപ്പർ വിരിച്ചോ അതല്ലെങ്കിൽ ഷീറ്റ് വിരിച്ചോ എവിടെയെങ്കിലും അത്ര സുരക്ഷിതമല്ലാത്തതിനർത്ഥം. അതായത് ഭിക്ഷക്കാരനേക്കാളും കേവലമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാൻ ശനീശ്വരൻ കഴിയുമെന്നർത്ഥം. അപ്പം ദോഷഭാവത്തിലാണ് ശനിയെങ്കിൽ ദയവായിട്ട് മദ്യപാനം ഉപേക്ഷിക്കുക. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് എന്തിലെങ്കിലും നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിൽ പിന്മാറുക. രഹസ്യബന്ധങ്ങൾ മാന്യമായിട്ട് സെറ്റിൽ ചെയ്ത് പിരിയുക. ആവശ്യമില്ലാത്ത ആവേശം കാണിക്കാതിരിക്കുക. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും സാമ്പത്തിക വിഭാഗത്തിലൊക്കെ യാതൊരു തരത്തിലുള്ള തിരിക്കലിനും മറിക്കലിനും നിൽക്കരുത്. അതൊക്കെ പ്രശ്നങ്ങളാകും എന്ന് മാത്രമല്ല നിയമപരമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിടേണ്ടി വരും. അപ്പോൾ ശുഭനായിട്ടുള്ള ശനി രാജ്യതുല്യമായ പദവി നൽകുമ്പോൾ അശുഭനായിട്ടുള്ള ശനി ഭിക്ഷക്കാരന് തുല്യമായിട്ടുള്ള രീതിയിലേക്ക് നമ്മളെ തരം താഴ്ത്തുന്നു, നമ്മളെ അധപതിപ്പിക്കുന്നു. ആ ഒരു തിരിച്ചറിവോടുകൂടെ വേണം ശനിദശാകാലത്ത് നമ്മൾ അറിയാൻ. ഇനി എല്ലാവർക്കും ശനി നീചനാവണമെന്നില്ല. 1000 ജാതകങ്ങളിൽ 2-3 പേർക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു വിധിയൊക്കെ വരും. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സാമാന്യനെ ഗുണദോഷ ഫല സമ്മിശ്രമായിട്ടൊക്കെ പോകാം. ഒരു ചെറിയൊരു ബൈക്ക് ആക്സിഡൻ്റായി കാലം കൊടിക്കും, ഓക്കെ അഫലമായി കാൽമുട്ടിന് താഴേക്കാണ് ശനീശ്വരൻ്റെ പീഡകൾ കൊണ്ട് ദോഷം സംഭവിക്കാനിടയുള്ളത്. ഇത്തരത്തിൽ ശനി ദശയെ നമ്മൾ ലഘുവായിട്ട് മനസ്സിലാക്കുക. വിശദമായി നമ്മൾ പുറകെ വീഡിയോകൾ ഇടുന്നതാണ്. ഇത്രയും പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, ശനി പിഴച്ചു നിന്നാൽ എന്താണ് അതിനുള്ള പരിഹാരം? ജ്യോതിഷപരമായിട്ട് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ശാസ്താവൻ ക്ഷേത്രത്തിലോ മഹാദേവൻ ക്ഷേത്രത്തിലോ നീരാജനം സമർപ്പിക്കുക. അസ്തമയ ശേഷം ശനിയാഴ്ച ദിവസങ്ങളിൽ അസ്തമയ ശേഷം നീരാജനം സമർപ്പിക്കുക.
പകൽ സമയങ്ങളിൽ കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചോറ് കൊടുക്കുക. ഇതാണ് ചെയ്യാവുന്നത്. പിന്നെ ശനിദോഷ പരിഹാരമായിട്ട് കരിപ്രസാദമൊക്കെ ധരിച്ച് കാണുന്നുണ്ട് ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ഹോമത്തിനൊക്കെ കിട്ടുന്ന കരിപ്രസാദം അല്ലെങ്കിൽ ഭസ്മം ഇവയൊക്കെ ധരിച്ച് കാണുന്നുണ്ട്. ഇന്ദ്രനീല ധരിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ ഈ ശനിദോഷ പരിഹാരത്തിന് വേണ്ടി ധരിക്കരുത്. ഇന്ദ്രനീലമൊക്കെ ധരിക്കുന്നെങ്കിൽ ജാതകം അറിവുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെ കാണിച്ചിട്ട് ആ ഇന്ദ്രനീലം കൊണ്ട് നിങ്ങൾക്ക് മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ധരിക്കാവൂ. പകരമായിട്ട് നമുക്ക് കടും നീല നിറത്തിലുള്ള മുത്തുമാലകൾ ഉപയോഗിക്കാം. കടും നീല നിറത്തിലുള്ള ചെറിയ വില കുറഞ്ഞ കല്ലുകൾ പതിപ്പിച്ച മോതിരങ്ങൾ ഉപയോഗിക്കാം. കടും നീല നിറത്തിലുള്ള പൊട്ടുകൾ ഉപയോഗിക്കാം. ഇതൊക്കെ ശനിയാഴ്ച ദിവസം ശനിദോഷ പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ശനിയാഴ്ച ദിവസം മത്സ്യമാംസാദി ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായും വർജിക്കുന്നതും ശനിദോഷ പരിഹാരത്തിന് ഉത്തമമാണെന്ന് ജ്യോതിഷാഭിപ്രായം. ഇത്തരത്തിലുള്ള വീഡിയോകളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം.